നീണ്ടപാറയിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. സമീപ ദിവസങ്ങളിലായി നിരവധി കൃഷിയിടങ്ങളിൽ കാട്ടാന എത്തിയിരുന്നു. ഫെൻസിംഗ് സ്ഥാപിച്ചതിലെ അശാസ്ത്രീയതയും ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നീണ്ടപാറ മേഖലയിൽ ഒരാഴ്ചയിലധികമായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. എല്ലാ ദിവസവും ആനകൾ കൃഷിയിടങ്ങളിലെത്തി നാശം വിതയ്ക്കുകയാണ്. നേരം പുലരും വരെ ആനകൾ നാട്ടിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ പാലുമായി പോവുകയായിരുന്ന വീട്ടമ്മ കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടിരുന്നു. വഴിയുടെ സമീപത്തെ കൃഷിയിടത്തിലായിരുന്നു ആന. നിരന്തരം കാട്ടാന ശല്യമുണ്ടായിട്ടും വനംവകുപ്പിൽ നിന്ന് ഫലപ്രദമായ നടപടിയുണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതിഷേധവുമായി നാട്ടുകാർ ചെമ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. തലനാരിഴയ്ക്ക് പാലും കൊണ്ടുപോയി 6:30 പാലും കൊണ്ടുപോയ ആള് രക്ഷപ്പെട്ട് തലനാരിഴയ്ക്ക് വരെ ഒരാൾ കണ്ടായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവരെ രണ്ടുപേരെ ഇന്ന് നമ്മളിവിടെ ഇതായിട്ട് ഇരിക്കേണ്ട വന്നത് ആൾക്ക് തവറായിട്ട് രണ്ട് ആനയാണ് ഇന്നിപ്പം നിലവിൽ ചെല്ലുക. നിലവിൽ ആന എന്തെങ്കിലും വെടിവെച്ചോ എന്ത് കാട്ടിയാണെങ്കിലും ഇവിടുന്ന് മാറ്റും. ഇന്നും സന്ധ്യ ആവണേനും മുമ്പ് ആന പറമ്പിലായിരുന്നു. സന്ധ്യ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഫെൻസിംഗ് പണി തീർച്ചയായിട്ടും മേളിലൂടെ ഫെൻസിംഗ് ഇട്ട് തീർത്ത് ഈ മേളിൽ നിന്ന് വരുന്ന 2 ആനയുള്ള പ്രശ്നം ഇതിനെ പിടിച്ച് വെളിയിൽ കൊണ്ട് കളയാനുള്ള പരിപാടി ഇല്ല നിങ്ങൾക്ക്. ഞങ്ങൾ വല്ലതും ചെയ്യണം. പുഴ തീരത്ത് അടുത്ത നാളിൽ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും അതും ഫലപ്രദമായില്ലെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫെൻസിംഗിന് ഒരു വശത്ത് ആനകൾക്ക് യഥേഷ്ടം കടന്നുവരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആനശല്യം പരിഹരിക്കുന്നതിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തികഞ്ഞ അലംഭാവമുണ്ടെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു. GTV ന്യൂസ്, നേര്യമംഗലം.